ഇവിടെ ഇനി വേറൊരു വിഷയം പറയാം. മിനിയാന്ന് മറ്റേ നബിദിനാണ്. അപ്പോൾ നമ്മള് എല്ലാം ഇത് ആഘോഷിക്കുന്നവരാണ്. നമ്മൾക്ക് വിഭാഗമില്ലല്ലോ, എല്ലാം നമ്മളുതല്ലേ, നമ്മളുമല്ലേ. നമ്മൾ ഓണസദ്യ എല്ലാം ഒരുക്കി, ഓണസദ്യ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ ബന്ധുക്കാരനെ വിളിക്കാൻ നോക്കിയപ്പോൾ അവര് മൗലൂദിന്റെ ആൾ, പള്ളി കമ്മിറ്റി എല്ലാം. അപ്പൊ അവരെ വിളിച്ചിട്ട് കാര്യമില്ല. അവര് അന്ന് ഓണവും നബിദിനും ഒരു ദിവസമായതുകൊണ്ട് ഓല ആ ആഘോഷത്തിൽ ഞാൻ ഓല വിളിച്ചില്ല. അങ്ങനെ വേറൊരുത്തണ്ട് തബ്ലീഗ്, ഓനെ വിളിച്ചപ്പോൾ ഓൻ പറഞ്ഞ് നമ്മളത് ആഘോഷിക്കുന്ന ആളല്ല, തബ്ലീഗിന്റെ ആൾ. അപ്പോൾ രാത്രി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിമല്ലേ? റസൂലുള്ളാഹിന്റെ ആ ജനനം മരണം മാത്രമല്ല, അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ചര്യകളും റസൂലുള്ളാഹിനെ അടുക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ അതിയായി പ്രേമിക്കുമ്പം എല്ലാത്തിലും നമ്മൾക്ക് സ്നേഹം പ്രകടനമാണ് നബിദിനത്തിലൂടെ വരുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹിനെ അല്ലെ നബിദിനം ആഘോഷിക്കുന്നില്ല എന്ന് അതോട് തബ്ലീഗിന്റെ ആളുകളോട് ചോദിച്ചപ്പോൾ ഒരിക്കറിയില്ല, കാരണം അറിയില്ല, നമ്മൾ ആഘോഷിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് കാരണം ഞാൻ പറയാം. എന്താ? മുഹമ്മദ് ജനിച്ചിട്ടില്ല, മരിക്കൂല. അനമിന്നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ ആ ആദ്യ ഒളിവാണ്, പ്രകാശമാണെന്ന് പറഞ്ഞ മുഹമ്മദ് എങ്ങനെ മക്കത്ത് ജനിക്കുന്ന ആളാണോ? ആണോ? ജനിച്ച ആളാണോ? അനമിന്നൂരില്ലാഹി, ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുന്നേ ഉള്ള ആ പ്രപഞ്ചനാഥന്റെ മുഴുവനും വിശേഷ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമായി വെളിവായതാണ് ഞാനും മുഹമ്മദും. അതാണ് അബ്രഹാമും, അതാണ് ഇവിടുത്തെ ശിഷ്യന്മാരും. ആ പ്രകാശമാണ്, ആദ്യ പ്രകാശമാണ്. അത് ഇന്നുമുണ്ട്, അന്നും ഇന്നും എന്നും. അതിന് ജനനവുമില്ല, മരണവുമില്ല. പിന്നെ എങ്ങനെ മുഹമ്മദിനെ ആഘോഷിക്കും? ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഓൻ അന്തം ഉണ്ട്. അപ്പോൾ തബ്ലീഗുകൾ എല്ലാവരും മനസ്സിലാക്കിക്കൂടാ ഇനി മേലാലെങ്കിൽ. മുഹമ്മദ് എന്ന് ജനിച്ചതാണ്? ആദ്യ ഒളിവായി വന്നവനാണ് അല്ലേ? അനമിന്നൂരില്ലാഹി കുല്ല ഷൈഇൻ മിൻ നൂർ, ആ പ്രകാശത്തിൽ നിന്ന്, പ്രകാശത്തിൽ നിന്നാണ് എല്ലാം ദൃശ്യമായതെന്ന്. അപ്പം മുഹമ്മദിനെ എങ്ങനെ നിങ്ങൾ ജനനം ആഘോഷിക്കും? എങ്ങനെ മരണം ആഘോഷിക്കും? അത് തന്നെ നമ്മൾ ഓരോരുത്തരും എന്ന് അറിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞാൽ എല്ലാവരും ആ പ്രകാശം തന്നെ പ്രശിക്ഷിച്ച് ബീജാന്തരങ്ങളോട് ജന്മജന്മാന്തരങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു, അവസാനമില്ലാതെ. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ഒരു അന്ധകാരത്തിൽ, ഒരു വിശ്വാസത്തിലിരിക്കുമ്പോൾ ജനിക്കും. വിശ്വാസത്തിൽ നിന്ന് തെറ്റാണ്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിയാൽ ആ യാഥാർത്ഥ്യത്തിലൂടെ പോവും. പിന്നെ ആ വിശ്വാസം അവിടെ നഷ്ടപ്പെടുകയാണ്.